നമുക്ക് ഇനി ഒരു 11 വയസ്സുകാരനെ പരിചയപ്പെടാം. ഈ 11 വയസ്സുകാരൻ കേരള കലാമണ്ഡലത്തിൽ നിന്നും ആദ്യമായി ഭരതനാട്യം അഭ്യസിക്കാൻ ഒരുങ്ങുകയാണ്. ഓസ്ട്രേലിയൻ പൗരത്വമുള്ള മലയാളിയായ പിറവം സ്വദേശി ഡാനിയൽ എൽദോ ജോയാണ് ഈ നേട്ടം സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത്. കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി നൃത്തം അഭ്യസിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞയാൾ എന്ന നേട്ടത്തിനും ഇതോടെ നമ്മുടെ ഡാനിയൽ അർഹനായിട്ടുണ്ട്. സ്ഥാപന ചരിത്രത്തിലെ ആദ്യ നൃത്താധ്യാപകനായി നർത്തകൻ ഡോക്ടർ RLV രാമകൃഷ്ണനെ നിയോഗിച്ചതോടെ പുരോഗമനപരമായ നിരവധി മാറ്റങ്ങൾക്കാണ് കേരള കലാമണ്ഡലം തുടക്കം കുറിച്ചത്. ഭരതനാട്യം കോഴ്സിൽ ഒരാൺകുട്ടിക്ക് പ്രവേശനം നൽകി അതിൻ്റെ തുടർച്ചയെന്നോണമാണ് കൽപ്പിത സർവകലാശാല പുതിയ ചരിത്രവും രചിക്കുന്നത്. ഓസ്ട്രേലിയൻ പൗരത്വമുള്ള 6ാം ക്ലാസ്സുകാരൻ ഡാനിയൽ എൽദോ ജോയാണ് ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കലാമണ്ഡലത്തിൽ നൃത്തപഠനത്തിന് തുടക്കം കുറിച്ചത്. പിറവം മാമലശ്ശേരി വീട്ടിൽ എൽദോയുടെയും ഹണിയുടെയും മകനായ ഡാനിയൽ ചെറുപ്രായം മുതൽ തന്നെ നൃത്താഭിരുചിയുണ്ട്. മകന്റെ താല്പര്യം തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ ഓസ്ട്രേലിയയിൽ പരിപാടി അവതരിപ്പിക്കാനെത്തിയ RLV രാമകൃഷ്ണനെ ഇക്കാര്യം അറിയിച്ചതോടെയാണ് കലാമണ്ഡലത്തിൽ പ്രവേശനത്തിന് അവസരമൊരുങ്ങിയത്. ഇതോടെ നൃത്ത കോഴ്സിൽ ആദ്യമായി പ്രവേശനം നേടിയ കലാമണ്ഡലത്തിലെ ആദ്യ ആൺകുട്ടി എന്ന നേട്ടത്തിനൊപ്പം നൃത്താഭ്യാസത്തിനായി സ്ഥാപനത്തിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ആളെന്ന നേട്ടവും ഡാനിയലിന് സ്വന്തമായി. ഒരു നർത്തകനാവാനാണ് ഏറ്റവും വലിയ മോഹം ഡാനിയലിൻ്റെ. ഞാൻ ഈ അടുത്ത ഓസ്ട്രേലിയൻ പരിപാടിക്ക് പോയപ്പോൾ എൻ്റെ നൃത്ത പരിപാടി കാണാൻ വരികയും അന്ന് അവിടുത്തെ നൃത്ത പരിപാടിയിൽ ഒരു ചെറിയൊരു ഐറ്റം അന്ന് പഠിക്കുകയും ചെയ്തിരുന്നു. ബേസിക്കലി ഡാനിയലിനകത്ത് നൃത്തം പഠിച്ചിട്ടുണ്ട്. ഒരു എന്താ പറയുക, പുരുഷ നർത്തകൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട് ഈ കുട്ടിയെ പഠിപ്പിക്കുന്നതിന്. ഇനിയും ഒരുപാട് ആളുകളെ നമ്മൾ ഇതുപോലെ പ്രതീക്ഷിക്കുന്നു. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് പിതാവിനൊപ്പം എത്തി ഡാനിയൽ എൽദോ കലാമണ്ഡലത്തിൽ പ്രവേശനം നേടിയത്. കൂത്തമ്പലത്തിൽ നമസ്കരിച്ച ശേഷം ഗുരുവിനെ വന്ദിച്ച ശിഷ്യന് RLV ആദ്യ ചുവടുകൾ പഠിപ്പിച്ചു നൽകി. So I live in Perth, Australia. We had a show where Marsh came and then he performed. It was really admirable to see and watch. It had like a really heartful touch. So yeah, that really inspired me to come over here. He told me there was a short course like this, so decided to come over here and learn this course. ആൺകുട്ടികൾക്ക് ഭരതനാട്യം പഠിക്കാൻ ഇതുവരെ അവസരമില്ലായിരുന്ന കലാമണ്ഡലത്തിൽ കഴിഞ്ഞ വർഷം കോഴ്സിലേക്ക് വിദ്യാർത്ഥികളെ ക്ഷണിച്ചിരുന്നു. എന്നാൽ പ്രവേശനത്തിനായി ആരും എത്തിയിരുന്നില്ല. ഡാനിയലിന്റെ വരവോടെ കൽപ്പിത സർവകലാശാലയിലെ പതിവ് രീതികൾക്കും ഇനി മുതൽ മാറ്റമുണ്ടാവുകയാണ്. മലയാളിയാണെങ്കിലും 16 വർഷമായി ഓസ്ട്രേലിയയിലെ പെർത്തിൽ സ്ഥിരതാമസമാണ് ഡാനിയലും കുടുംബവും. നാടുമായി നിരന്തര ബന്ധം പുലർത്തുന്ന ഈ കൊച്ചുമിടുക്കൻ ഇതിനോടകം നിരവധി മലയാള സിനിമകളിലും ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, തൃശൂർ.